ഹലോ ഫ്രണ്ട്സ്, അലീനയും മനുവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീന പൗലോസിനോടും മാനപ്പരോടും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇവിടുത്തെ ഈ സാധനങ്ങളൊക്കെ എവിടെയാണ് പോകുന്നത്, എന്താ നിങ്ങൾ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തെ പറയും അത് വേസ്റ്റായിട്ട് പോകുന്ന സാധനം മോളെ, അത് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അരിയും പഞ്ചസാരയൊക്കെയാണ് വേസ്റ്റായിട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേ അത് വേറെ ഒന്നുമല്ല, പാവങ്ങൾക്ക് ചെറുതായിട്ട് കൊടുക്കുന്നതാണെന്ന് പറയാം. ഇത് കേരള സാറിന് അറിയാവോ എന്ന് ചോദിക്കാം. അതൊക്കെ ഇതൊക്കെ എന്താ ചെറിയ കാര്യങ്ങളല്ല, ആരെങ്കിലും സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തിനാ, അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് എന്തിനാ പറയുന്നത്, അല്ല കേണൽ സാറിനോട് എന്തിനാ പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് പറയും. ഉടനെ അലിന് പറയും ശരി ആയിക്കോട്ടെ, നടക്കട്ടെ എന്നുള്ള രീതി പറഞ്ഞിട്ട് അലിന് പോവാണ്. അപ്പോഴത്തേക്ക് പൗലോസും ആൻ്റപ്പനും സംസാരിക്കുമ്പോഴത്തേക്ക് പൗലോസ് പറയുകയാണ്, ഇത് പണിയാകുന്നുണ്ടല്ലോ പൗലോസ് ആൻ്റപ്പേട്ട, കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്ക് ഈ കൊച്ചിപ്പോൾ തടസ്സമാകുന്നുണ്ട്. കേണൽ സാർ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നില്ല, പക്ഷേ ഇതിപ്പോൾ ഈ കൊച്ചി എല്ലാ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇത് നമുക്ക് പണിയാണല്ലോ, നമ്മുടെ പരിപാടിയെല്ലാം നിൽക്കുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നീ ആദ്യം നിൻ്റെ കാര്യം സൂക്ഷിക്കുക. ആ കൊച്ചി ഏറ്റവും കൂടുതൽ നോട്ടം ഇട്ട് വെച്ചേക്കുന്നത് അടുക്കളയിലെ പരിപാടി പൂട്ടിപ്പിക്കാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ അവൾ ആലോചിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പിന്നെ അടുക്കളയിലൊന്നും കൊടുക്കത്തില്ല, അടുക്കള എൻ്റെ രാജ്യമാണ്, ഞാൻ അവിടെ ഉള്ളിടത്തോളം കാലം ഒരുത്തി അവിടെ കയറി ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയണം. ശരി ഉടനെ പറയണ ആനപ്പം പറയണം, അതെ നിൻ്റെ മരണം കണ്ടിട്ടായിരിക്കും ചിലപ്പം അവൾ പോകത്തുള്ളൂ അമ്മ, അതിനു മുമ്പും പരിപാടിയെല്ലാം പൂട്ടിക്കെട്ടിക്കോ, അതുകൊണ്ട് ഇതിൽ ആനപ്പ ചുമ്മാ ഒരു മുൻകരുതൽ കൊടുക്കുകയാണ്. അടുത്ത സീൻ കാണിക്കുന്ന വരുമ്പോഴത്തേക്ക് നമ്മുടെ അലീന കടന്നു വരുമ്പോഴത്തേക്ക് നടന്നിങ്ങനെ വീട്ടിലൂടെ അങ്ങോട്ടും കടന്നു വരുമ്പോഴത്തേക്ക് ബൈജു വന്നിരിക്കുകയാണ്. ബൈജു ചോദിക്കുന്നത് എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നാ ഞാൻ ചുമ്മാ നടക്കുന്ന അല്ല ആൻ്റപ്പേട്ടനും പലസോട്ടും ഇതൊക്കെ കാണിച്ചു തന്നില്ലേ. ഉടനെ അലിന് ചോദിക്കുകയാണ്, അത് ഒരാൾക്ക് ഒരു പ്രാവശ്യം ഈ റൂമോ അല്ല വീടൊക്കെ കാണാൻ പറ്റത്തുള്ളൂ എന്നിരിക്കണം. അല്ല അതുകൊണ്ടല്ല, അല്ല ഞാൻ ചോദിച്ചെന്നുള്ളതുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ബൈജു എന്നല്ല ചേട്ടൻ്റെ പേര് എന്ന് പറയുമ്പോൾ ബൈജു തന്നെ പേര്, എനിക്കത്ര പ്രായമൊന്നുമില്ല കേട്ടോ, എന്നെ ബൈജു എന്ന് വിളിച്ചാലും മതി, അല്ല എനിക്ക് അത്ര പ്രായമൊന്നും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞാൽ അപ്പം പ്രായമില്ലെന്നാണോ, അങ്ങനെയാണെങ്കിൽ ചേട്ടാന്ന് വിളിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം അല്ല വിളിച്ചോ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ചേട്ടാ ഞാനൊരു ബഹുമാനം കൊണ്ട് വിളിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് ശരി അപ്പോൾ കുഞ്ഞിൻ്റെ പേരെന്താ, അല്ല കുഞ്ഞിന് എത്ര പ്രായമുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എന്നെ അങ്ങ് അത്ര കുഞ്ഞാക്കണ്ട, ഞാൻ അത്യാവശ്യം പ്രായമുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നൊക്കെ വളരെ അലിന് പറയാണ്. ആ സമയത്ത് പറയുന്നുണ്ട് ഇപ്പം ഇതിനു മുമ്പേ കൊച്ചെവിടെയായിരുന്നു എന്നുള്ളത് ചോദിക്കുമ്പോൾ പറയാം ഞാൻ വേറെ അടുത്ത് തിരുവനന്തപുരത്തല്ലായിരുന്നു, പിന്നെ ഇങ്ങനെ പാലായിൽ നിന്ന് വരുന്നത് വെച്ചാൽ അല്ല ഞാൻ എൻ്റെ അനാഥാശ്രമം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തായിരുന്നു, അവിടുന്ന് പിന്നെ പാലായിൽ അവിടെ ജോലി ചെയ്തു, അവിടെ ഒരു വർഷത്തോടെ നിന്നു. അപ്പോൾ അവിടുത്തെ എന്താ ജോലി ചെയ്യുന്നത്, അവിടെ തൂക്കും തുടയ്ക്കും, പിന്നെ പാത്രം കഴുകും, കുക്ക് ചെയ്യും, പിന്നെ ബാക്കിയുള്ള പരിപാടി എല്ലാം ചെയ്യും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അപ്പം ഇതിനു മുമ്പേ ഈ പരിപാടിയൊക്കെ അറിയാമായിരുന്നു വെച്ചാൽ ഇതൊക്കെ നമ്മൾ അനാഥാശ്രമത്തിലൊക്കെ പഠിച്ചതാണ്, അപ്പോൾ ഇവിടെയും വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുത്തെ വേലക്കാരിൽ നിന്ന് മാത്രം മാറി അവിടുത്തെ വീട്ടിൽ അംഗമായി മാറി, കാരണം അവിടെ പിള്ളേരുടെ ചേച്ചിയായി, അതുപോലത്തെ ഇപ്പോൾ ഇന്നലെ കടന്നു വന്ന പുള്ളിക്കാരൻ്റെ മകളായി. അപ്പോൾ അത്ര രീതി അവിടെ സ്വാധീനം ചെലുത്തി എന്നുള്ള രീതിയിൽ പറഞ്ഞു തരുന്നു. ശരി ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മുടെ ബൈജു എന്നിട്ട് പറഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ നേരെ പൗലോസിൻ്റെ അടുത്ത് വരുന്നത്. പൗലോസ് കേട്ടോ ആ കൊച്ചു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലല്ലോ, പക്ഷെ ഞാനെല്ലാം കിഴിഞ്ഞ് ചോദിച്ചു കേട്ടോ, കിഴിഞ്ഞ് ചോദിച്ചു അവളെക്കുറിച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചു, അവൾ പാലായിലായിരുന്നു, നേരത്തെ അനാഥാശ്രമത്തിലായിരുന്നു തിരുവനന്തപുരത്ത്, അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഇതെന്തോ ചുറ്റിക്കളിയാണ്. പിന്നെ ആദ്യം സ്റ്റാൻലി ജോസഫിന് ഉണ്ടായത് ഒരു കൊച്ചല്ലേ, അത് 23 വർഷം മുമ്പ് അവരെല്ലാം ഉപേക്ഷിച്ച പെണ്ണല്ല അനാഥാശ്രമത്തിൽ വളരുന്നത്, ഇത് ചുമ്മാ തട്ടിപ്പ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല നടക്കുമ്പോഴത്തേക്ക് പറയാം ശരി എന്താണ് നീ നോക്കടാ, നീ കാര്യങ്ങളെല്ലാം പഠിക്കുക, അവളെക്കുറിച്ച് പഠിക്കുന്ന പറയുമ്പോഴത്തേക്ക് ചോദിക്കും അല്ല ബൈജു പറയുന്നുണ്ട് ചേട്ടാ ഒരു സിഗരറ്റ് തന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സിഗരറ്റോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് 2 ഉള്ളു, ഇനി ഇതും തരാമെന്നില്ലടേ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം അന്നാ പിന്നെ ഇത് താന്ന് പറഞ്ഞ് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് തട്ടിപ്പിടിച്ച് വലിക്കുകയാണ് നമ്മുടെ ബൈജുട്ട്. നീ എന്ത് എണ്ണത്തരടാ കാണിക്കുന്നത്, നീ ഒന്ന് സമാധാനത്തോടിരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് സമാധാനത്തോടൊന്ന് സിഗരറ്റ് വലിക്കാൻ പോലും സമ്മതിക്കത്തില്ലേ എന്ന് പറയുമ്പോൾ ചേട്ടാ ഒരുമയുണ്ട്, ഒരു ഒലക്കപ്പുറത്തും കിടക്കാമല്ലോ എന്ന് പറയാം. അപ്പോൾ ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം ചേട്ടാ, അല്ല എന്ത് ചെയ്യൂടാ ബൈജു എന്ന് ചോദിക്കുമ്പോഴത്തെ ഇതിനൊരു പണിയുണ്ട്, നമുക്ക് അവതക്കുട്ടിച്ചേനെ വിളിച്ചപ്പോൾ കാര്യങ്ങൾ പറയാം, അതാ നല്ലത് എന്ന് പറയണം. ശരി കാര്യം അങ്ങനെയാണ് നീ എന്ന് പറയുക. ഉടനെ നേരെ അവതക്കുട്ടീനെ വിളിക്കുകയാണ്. അവതക്കുട്ടീനെ വിളിക്കുമ്പോഴത്തേക്ക് അവതക്കുട്ടി അവിടെ കുറേ പണിക്കാരൊക്കെ ആയിട്ട് ജോലി ചെയ്തുകൊണ്ട് പറമ്പില്ല, പെട്ടെന്ന് ഫോൺ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട് എന്താടാ ബൈജുവേ, ഒരുപാട് നാളല്ലേ വിളിച്ചിട്ട് എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ ഇല്ല നീ ഇപ്പോൾ ചത്തില്ലേ എന്നൊക്കെ ചുമ്മാ ചോദിക്കുന്നുണ്ട്. ഇവിടെ പലരും എന്നെക്കാട്ടും പ്രായമുള്ളവരെല്ലാം മീശ വിരിച്ച് കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ ചേട്ടാ, അവരൊക്കെ ചത്ത് മണ്ണടി കഴിഞ്ഞിട്ടേ ഞാൻ ജാകത്തുള്ളൂ എന്നുള്ളൊരു എടുത്ത് പറയുവാണ് നമ്മുടെ ബൈജു.
അപ്പോൾ നീ വിളിച്ച ഉദ്ദേശം പറ എന്ന് പറഞ്ഞത്. അപ്പോൾ കാര്യങ്ങളെല്ലാം പറയണം. ഇവിടെ സ്റ്റാൻലി ജോസഫിനും മകളായിട്ടൊരു കൊച്ചു വന്നിട്ടുണ്ട്, ഇവിടെ എല്ലാവരും അടക്കി വാഴുവാണ്, അതായത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ കൃഷ്ണമോളെയും ബബിതയാണ്. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കൃഷ്ണമോളി ചോദിക്കുന്നുണ്ട്, അമ്മ ചായ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്, അമ്മ വല്ലതും കഴിച്ചോ? ഓ ഇല്ല, ഞാൻ ചോദിക്കാൻ പോയില്ലെന്ന് പറഞ്ഞാൽ, ചോദിക്കണ്ട. അപ്പം അച്ഛൻ ഇതുവരായിട്ട് പോയിട്ട് കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അച്ഛൻ വരാതിരിക്കുന്നതാണ് നല്ല, കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ള സമാധാനം കൊണ്ട് ഇല്ലാതാകുമല്ലോ എന്നുള്ള ഇത് കൃഷ്ണമോളി പറയുക. അപ്പം അമ്മയോട് എന്തെങ്കിലും സംസാരിച്ചോ ചേച്ചി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയും, ഞാനൊന്നും സംസാരിക്കാൻ പോയിരുന്നു. ബബിത പറയണം, സംസാരിക്കണം, സംസാരിച്ചു കഴിഞ്ഞാൽ സീനിയർ വൈദ്യമായിട്ട് ജൂനിയർ വൈദ്യ വഴക്കുണ്ടാക്കേണ്ടി വരൂ എന്നുള്ള രീതി ബബിതിനെ കളിയാക്കുവാണ് കൃഷ്ണമോൾ. എന്ന് പറഞ്ഞാൽ, കൃഷ്ണമോളെ നീ ആവശ്യമില്ലാതെ പറയരുത്, സംസാരിക്കരുത്, നീ ആവശ്യമില്ലാത്ത രീതി എന്നെ ചൊറിയരുത് കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനൊന്നും പറഞ്ഞില്ലേ എന്നുള്ള ഇത് പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ വണ്ടിയായിട്ട് വന്ന് നിൽക്കുകയാണ്. വണ്ടി നിർത്തിയിട്ട് നേരെ അകത്ത് കയറി വരുമ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്, മാറി എന്നാണ് കൃഷ്ണമോളും ബബിതയും കൂടെ ചോദിക്കുന്നത്, അച്ഛൻ എവിടെയായിരുന്നു, എന്തായിരുന്നു, കൊണ്ടുവിട്ടിട്ട് ഇപ്പം അല്ലി ചേച്ചി കൊണ്ടുവിട്ടിട്ട് എത്ര നേരമായി, മാത്രമല്ല അല്ലി ചേച്ചിക്ക് അവിടെ സുഖമാണോ, ആ ചേച്ചി എങ്ങനെയുണ്ട്, ചേച്ചിക്ക് സന്തോഷമായി, അച്ഛൻ കൊണ്ടുവിട്ടിട്ട് അച്ഛന് ഹാപ്പിയാണോ, അല്ലെങ്കിൽ അച്ഛൻ എന്താ ഒന്നും ഒരു വിവരം ഇല്ലല്ലോ അച്ഛാ, എന്താ ഞങ്ങളെ വിളിക്കാണ്ടിരുന്ന കാര്യങ്ങളും പറയാണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാം, എനിക്കൊരു 2 മിനിറ്റ് സംസാരിക്കാൻ സമയം തരാമോ, നിങ്ങളുടെ ഈ ചോദ്യം ചെയ്യലിൻ്റെ ഇടയ്ക്ക് 2 മിനിറ്റ് സമയം തരുവാണെങ്കിൽ ഞാനെന്ത് കാര്യങ്ങൾ പറഞ്ഞേക്കാം എന്ന് പറയണം. എന്നുവെച്ചാൽ കാര്യം പറ എന്ന് പറയുമ്പോഴത്തേക്ക്, ഞാൻ കൊണ്ടുവിട്ടു, കുഴപ്പമൊന്നുമില്ല, അവിടെ അത്യാവശ്യം ജോലിക്കാരുണ്ട്, മാത്രമല്ല നിങ്ങൾ ഓൾറെഡി വിളിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, എൻ്റെ മുമ്പേ തന്നെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ചേച്ചിയോട് കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നതെന്ന് പറയുന്നത്. അച്ഛൻ എന്നാലും അവിടെ ഒത്തിരി ആണുങ്ങളൊക്കെ ഇല്ല, ആണുങ്ങളുടെ മധ്യല്ല ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, അതൊന്നും കുഴപ്പമില്ല, അവൾക്ക് അവിടെ സേഫാണ് എന്നാണ് പറഞ്ഞത്. ചേച്ചി അവിടെ സേഫാണെന്നൊക്കെ പറഞ്ഞേ എന്ന് പറഞ്ഞു. ഉടനെ പറയാം, എങ്ങനെയുണ്ട് അച്ഛാ എന്ന് പറയുമ്പോഴത്തേക്ക്, കുഴപ്പമില്ല, അവളവിടെ നിൽക്കട്ടെ, കാരണം ഇപ്പം നമ്മൾ ഉദ്ദേശം മാത്രമല്ല, അവളിവിടെ മാത്രമല്ല ജോലി ചെയ്യണ്ടേ, അവളിപ്പം ഇവിടെ ഒരു വേലക്കാരിയായിട്ട് വന്നല്ലേ, അപ്പം ഇപ്പം പോയിട സ്ഥലം നല്ല സേഫായിട്ടുള്ള സ്ഥലമാണ്, നിങ്ങൾ അതിനെക്കുറിച്ചുകൂടെ വറിയിടാകണ്ട എന്നുള്ളത് പറയണം. നിൻ്റെ അമ്മ എന്തെന്ന് ചോദിക്കുമ്പോൾ, അകത്തുണ്ട്, ഇന്നത്തെ വിഷയമില്ലുണ്ടോ, ഒന്നും ആയിട്ടില്ല, ഒന്നും തുടങ്ങിയിട്ടില്ല, അവിടെ എന്തോ എഴുതിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് എന്നുള്ള രീതി ബബിതയും കൃഷ്ണമോളൊക്കെ പറയുന്നുണ്ട്. അപ്പം നേരെ അച്ഛന് കാപ്പി എടുക്കാമെന്ന് കൃഷ്ണമോൾ പറയുമ്പോഴത്തേക്ക് ശരിയെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ അകത്തോട്ട് കയറി പോകുമ്പോഴത്തേക്ക് വൈജയന്തി വരുവാണ്. വൈജയന്തി വന്നിട്ട് ചോദിക്കണേ, ബാലേന്ദ്ര അവിടെ നിന്നേ, ഇത്ര നേരം എവിടെയാണ്, ഇന്നലെ പോയതല്ലേ, ഇവിടെ ഈ വീട്ടിൽ ആരും ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്നുള്ള അർത്ഥം. എനിക്ക് നിന്നോട് എന്തിനാ ഞാൻ ആൻസറൊക്കെ പറയുന്നത്, നീ എന്തിനാ അത് ഞാൻ ബാലേന്ദ്രൻ്റെ വൈഫല്ലേ, അപ്പോൾ എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക്, അപ്പം ബാലചന്ദ്രനെ അവളെ കൊണ്ടുവിട്ടല്ലേ, ഇന്നലെ കൊണ്ടുവിട്ടതാണോ, അല്ല ഇന്ന് രാവിലെയാണോ കൊണ്ടുവിട്ടേ, ഒരു ദിവസം റൂമൊക്കെ എടുത്ത് തങ്ങിയോ എന്നുള്ള ഇത് ചോദിക്കണേ. അതായത് നിൻ്റെ പരിപാടി ഞാൻ ചെയ്തില്ല, എൻ്റെ പരിപാടിയോ, അങ്ങനെയുള്ള ഇത് പറയുമ്പോഴത്തേക്ക്, അല്ല ബാലചന്ദ്രൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചോദിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പം ബാലചന്ദ്രൻ, നീ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടോ, നീ ഇപ്പം വീട് വിട്ട് പോയിട്ട് എത്ര ദിവസമായി, ഞാൻ നിന്നോട് കുറിച്ച് അത് എന്നെക്കുറിച്ച് ചോദിക്കണം, സ്നേഹമുള്ള ഭർത്താക്കന്മാർ ഭാര്യ എവിടെ പോയെന്ന് അന്വേഷിക്കും, പറയും, കാര്യങ്ങളെല്ലാം ചെയ്യും. ബാലചന്ദ്രൻ എന്നെക്കുറിച്ച് ചോദിക്കാത്ത പറഞ്ഞത് എൻ്റെ കുഴപ്പമാണോ ചോദിക്കുന്നത്. അത് നീയേ ഇവിടുന്ന് പോയപ്പോഴത്തേക്ക് ആരോടും പറഞ്ഞില്ല, ഒന്നുമില്ല, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ പോവുകയും ചെയ്തു, നിൻ്റെ ഇഷ്ടത്തിന് നീ വരികയും ചെയ്തു. അപ്പോൾ നിൻ്റെ കാര്യത്തെക്കുറിച്ച് എന്താ ഞാൻ എന്തിനാ അന്വേഷിക്കുന്നത്, മാത്രമല്ല പല കാര്യങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നൊരു സ്വഭാവമല്ല നിനക്കെന്ന് പറയുന്നത്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം ഇങ്ങനെ മനസ്സിൽ കൊള്ളുന്ന രീതി പറയുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാത്തതൊക്കെ നിങ്ങളൊക്കെ തന്നെയാണെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് കൃഷ്ണമോൾ ചാടുവാണ്. അമ്മയ്ക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുവാണ്. നീ എന്ത് എൻ്റെ നേരെ ചാടിക്കരുന്ന് ചോദിക്കുക. അല്ല അച്ഛൻ എന്തിനാ അമ്മ ചൊറിയാൻ നിൽക്കുന്നത്, അമ്മ ഇവിടുന്ന് പോയിട്ടേ എത്ര നാളായി, ഇവിടെ മക്കളുണ്ട്, ഭർത്താവുണ്ടെന്ന് അമ്മ ചിന്തിച്ചിട്ടുണ്ടോ, ഞങ്ങളിവിടെ എവിടെ പോകുന്നത്, എവിടെ വരുന്നത് എന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടോ, മാത്രമല്ല ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടല്ലോ, അമ്മ ഇവിടുന്ന് പോയ ശേഷം ഞങ്ങൾ പല ദിവസങ്ങൾ പുറത്ത് പോയിട്ടുണ്ട്, അവിടെ നിന്ന് ഞങ്ങൾ അന്വേഷിച്ച് അമ്മ വന്നിട്ടില്ലല്ലോ, അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത അച്ഛൻ എന്തിനാ അമ്മ കിടന്ന് ചൊറിയുന്നത്, ആവശ്യമില്ലാതെ കിടന്ന് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്, അമ്മയുടെ പണി നോക്കി നിന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞത്. എടി നീ എന്നെ ചോദ്യം ചെയ്യാറായി, കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുറിച്ച് മക്കളുണ്ടോ കെട്ടിയവനൊന്നോ ഉണ്ടോ എന്ന് അന്വേഷിക്കാതെ നിങ്ങളുടെ രീതിയിൽ സ്വഭാവം കാണിച്ച്, ദേഷ്യം കാണിച്ച്, വാശി കാണിച്ച് എല്ലാം ഇറങ്ങി തിരിച്ച് പോയിട്ട് ഇപ്പം വന്ന് ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന, ഞങ്ങളുടെ അച്ഛനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള ഇത് പറയണം. അപ്പം ബാലചന്ദ്രൻ പറയാം, കിട്ടിയില്ല, ആവശ്യത്തിന് കിട്ടിയല്ലോ എന്നുള്ള ബാലചന്ദ്രൻ കയറി പോകണം. അപ്പം കൃഷ്ണമോളും ദേഷ്യപ്പെട്ട് പോകുമ്പോഴത്തേക്ക് ഭവിത ചോദിക്കുന്നുണ്ട്, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു, അമ്മ അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ ആയിരുന്നോ എന്ന് ചോദിച്ചു. അലീനെ സോറി നമ്മുടെ വായിച്ചതിനെ കുറ്റപ്പെടുത്തിയിട്ട് ബബിതമോളും പോവാണ്. അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതീനെ അലീനെ ഫോൺ വിളിക്കുന്നത്, ചേച്ചി എവിടെയായിരുന്നു, എന്താണ് ചേച്ചിക്ക് ഇപ്പം അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എല്ലാം ചെയ്യണം, നമ്മളൊന്നും ഇൻഫോം ചെയ്യണമെന്നില്ലേ.
നല്ല മഴ പെയ്യും കേട്ടോ, അതിൻ്റേതായിട്ടൊരു സൗണ്ട് നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊന്ന് ക്ഷമിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാമെന്ന് ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് കിടക്കാം. പിന്നെയും അപ്പം നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്, എടി ഞാനിവിടെ അലീനല്ല രവി ചോദിക്കുന്നത്, ചേച്ചി ഇവിടെ അങ്ങോട്ട് പോയിട്ട് ചേച്ചി എന്നെ പറയാതിരിക്കുന്നത്, ചേച്ചി ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് പോട്ടെ എന്നിരിക്കും, എടി മര്യാദയ്ക്ക് അവിടെ നിന്നോണം എന്ന് പറയുമ്പോഴത്തേക്ക് ചേച്ചി പോയ വീട് എങ്ങനെയാണ്, എന്താ അവിടുത്തെ അവസ്ഥ, ഒന്നും അറിയുന്നില്ലല്ലോ ചേച്ചി, ഒന്ന് കാര്യങ്ങൾ തുറന്ന് പറ എന്ന് പറയുമ്പോഴത്തേക്ക്, എടി ഇത് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഞാനിവിടുന്ന് മാറി, ഞാനിപ്പോൾ ഒരു സേഫായിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. സേഫോ? അതെങ്ങനെ സേഫ്? ചേച്ചിക്ക് അവിടെ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെയല്ലേ പറയുന്നത്, പിന്നെ എങ്ങനെയാണ് എന്ന് പറയുമ്പോഴത്തേക്ക്, അതെ ശരിയാണ്, ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി വെച്ചാണ് നമ്മുടെ ബാലേന്ദ്ര അച്ഛൻ എന്നോട് ഒരു കാര്യം പറഞ്ഞത്, സാക്ഷാൽ ഈ സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അത് സാക്ഷാൽ എൻ്റെ അതായത് വൈജയന്തിയുടെ ആഗ്രയിലുള്ള കാമുകനായിരുന്നു എന്ന് പറയുന്നത്. അതായത് അല്ല അതിനുമുമ്പ് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ആൾക്കാർ ആളുടെ കാര്യങ്ങൾ പറഞ്ഞ് നീ ഞെട്ടിപ്പോവും എന്ന് പറയുമ്പോൾ, ഓ തോക്കും പീരങ്കി ഉണ്ടെങ്കിൽ ഞാൻ ഞെട്ടിപ്പോകും എന്നാണ് ചോദിക്കുന്നത്. തോക്കും പീരങ്കി ഇല്ലാതെ തന്നെ നീ ഞെട്ടും രേവതിക്കുട്ടി എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ, അങ്ങനെ ഞെട്ടണമെന്ന് ഞെട്ടട്ടെ ഒന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ, അതായത് പറഞ്ഞാൽ വൈജയന്തിയുടെ കാമുകനായിരുന്നു ഈ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ പെട്ടെന്ന് ഞെട്ടിധരിച്ച് ചോദിക്കുന്നുണ്ട്, ചേച്ചി പറഞ്ഞു വന്നത് മീൻസ് ചേച്ചിയുടെ അച്ഛൻ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അതേ എന്നുള്ള രീതിയിൽ പറഞ്ഞ് വെക്കുന്നുണ്ട്. ഇതെല്ലാം കുറത്ത് എനിക്ക് ഒരു അടിപൊളി വിശേഷമാണ് അടുത്ത ദിവസം ഇന്നത്തെ നമ്മൾ വൈകിട്ട് കാണാൻ പറ്റുന്നത്. കാത്തിരുന്ന് കാണാം, നിങ്ങൾ കാത്തിരുന്ന് കാണാം. ഇതുപോലുള്ള വിശേഷങ്ങളെല്ലാം നമ്മുടെ ഈ ചാനൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഉച്ചകഴിഞ്ഞ് 2:30-3 മണിക്കായിട്ട് നമ്മൾ വരാനിരിക്കുന്ന വിശേഷങ്ങൾ നമ്മൾ ഒരു 3-4 ദിവസത്തെ ചേർത്തുള്ള എപ്പിസോഡ് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതാണ്. അതിനാൽ കാത്തിരുന്ന് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് കാണുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു. കണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചു. ഇന്നത്തെ വീഡിയോ വരുന്നു ഇവിടെ പറയുന്നത്. സൈനിങ് ഓഫ്. താങ്ക് യു.